ആ ഒരു സ്വർഗീയ വീട്ടിലെത്തണമെങ്കിൽ ഈ ഒരു നീരുറവയിൽ നിന്ന് പാനം ചെയ്യേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന ആ ഒരു നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പോയി ചേരുവാൻ നാം ബന്ധപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം, ലാസറുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ യാചിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ ആ ഒരു നീരുറവയിൽ നിന്ന് പിന്നെയും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, നരകത്തിൽ പോയ ധനവാൻ മരണശേഷവും ദാഹിച്ചു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേട്ടുകൊണ്ടേയിരുന്നു. അവന് ഇന്ന് വരെയും വെള്ളം കിട്ടിയില്ല. പക്ഷേ ആ ഒരു നീരുറവയിൽ നിന്ന് പാനം ചെയ്ത് സ്വർഗത്തിൽ പോയ ഒരു ലാസറുവാണെങ്കിൽ ഇന്ന് അബ്രഹാമിൻ്റെ വടിയിൽ ദാഹമില്ലാത്തവനായി വിശപ്പില്ലാത്തവനായി അവിടെ സന്തോഷിച്ചിരിക്കുകയാണ്. അവന് ദാഹമില്ല. അപ്പോൾ ഈ ഒരു നീരുറവ, ഒരു ആത്മീയത, ഒരു പരിശുദ്ധാത്മാവിൻ്റെ